എൻ്റെ പേര് ബീന. ഞാൻ കണ്ണൂർ കരിഞ്ചാൽ അടുവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ നേഴ്സാണ്. ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ വേണ്ടി കാരണമായിരുന്നു എൻ്റെ ജർമ്മൻ പഠിത്തം പ്ലസ് ജർമ്മനിക്ക് ഫ്ലൈ ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൂടെ ആയിട്ടാണ് ഞാൻ ഈ ഉടമ്പടി എടുത്തത്. ആദ്യം ഞാൻ B1 OSD എക്സാം ഞാൻ എഴുതിയായിരുന്നു 2022. പക്ഷേ ഞാൻ വളരെ കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഞാൻ 4 സബ്ജക്റ്റിൽ ഫെയിലായി, എനിക്ക് കിട്ടിയില്ല. പിന്നെ എൻ്റെ നെയ്ബേഴ്സ് വഴിയായിട്ട് കൃപാസനം പള്ളിയുടെ കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്നത്, ഉടമ്പടി എടുത്തു. എൻ്റെ മുമ്പത്തെ പ്രെയർഫുൾ ലൈഫ് എന്ന് പറയുമ്പോൾ ഞാൻ കുർബാനയ്ക്ക് സൺഡേസ് പോകുമായിരുന്നു. പിന്നെ ബൈബിൾ വായന തോന്നി അങ്ങനെ വായിക്കുമായിരുന്നു. അങ്ങനെ റെഗുലർലി ആയിട്ട് വായിക്കുകയോ അല്ലെങ്കിൽ ചില നേരത്തെ എല്ലാ ദിവസവും പ്രെയർ ചില നേരത്തെ മിസ് ചെയ്യുമായിരുന്നു. പക്ഷേ ഉടമ്പടിയിൽ വന്നപ്പോൾ എൻ്റെ എല്ലാ ദിവസവും കുർബാന പോകുമായിരുന്നു രാവിലെ. പിന്നെ ബൈബിൾ റീഡിങ് ഹാഫ് ആൻ അവർ ചെയ്യുമായിരുന്നു. അതും ഇല്ലാതെ കുംസാരം 2 വീക്കിലെ ചിലപ്പോൾ 1 വീക്ക് ചെയ്യുമായിരുന്നു. ഈ പ്രെയർ ഫോർ ലൈഫിലാണ് എനിക്ക് B1 എക്സാം ECL എക്സാം ഞാൻ ക്ലിയർ ചെയ്തത്. അപ്പോൾ 22 ഞാൻ ഉടമ്പടി എടുത്ത് 23 ഒരു മെയ് മാസം ആകുമ്പോഴേ തന്നെ എനിക്ക് B1 ക്ലിയർ ചെയ്യാൻ പറ്റി. എൻ്റെ പ്രെയർഫുൾ ലൈഫും എനിക്ക് സ്ട്രോങ് ആക്കാൻ പറ്റി. ഈ പ്രെയർഫുൾ ലൈഫ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ പഠിത്തം കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. പക്ഷേ B2 എക്സാം ഞാൻ അപ്ലൈ ചെയ്തിട്ട് എന്തിരുന്നാലും എനിക്ക് എക്സാം ഡേറ്റ്സ് കിട്ടുന്നുണ്ടായില്ല. ഞാൻ ഒരുപാട് സ്ഥലത്ത് അപ്ലൈ ചെയ്തു. കോയമ്പത്തൂർ, കൊച്ചി, ട്രിവാൻഡ്രം, അങ്ങനെ നിയർ ബൈ എല്ലാം സൗത്തും പ്ലസ് നോർത്ത് ഏരിയാസിൽ നോക്കാൻ തുടങ്ങി. പക്ഷേ എനിക്ക് ഡേറ്റ് കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ 4ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോഴാണ് എനിക്ക് B2 എക്സാം ഡേറ്റ് കിട്ടിയത്. അത്ഭുതമെന്ന് പറയട്ടെ, B2 എക്സാം ഞാൻ റിസൾട്ട് 1 മന്തിലാണ് വരേണ്ടത്. പക്ഷേ അത് എക്സ്റ്റെൻഡ് ആയി 2 മന്തായി. പക്ഷേ ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എൻ്റെ B2 ഞാൻ ക്ലിയർ ആക്കി. പിന്നെ ഉടമ്പടി വസ്തു ഞാൻ എൻ്റെ എക്സാംസിൽ പോകുമ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ കയ്യിലെ മാതാവിൻ്റെ അത്ഭുതമായ കാശിരൂപം കൊണ്ടുപോകുമായിരുന്നു. പിന്നെ വെഞ്ചിരിച്ച ഉപ്പും കൊണ്ടുപോകുമായിരുന്നു. എവിടെയാണ് ഞാൻ ഇരിക്കണേ അവിടെയൊക്കെ ഉപ്പ് ഞാൻ തെളിക്കുമായിരുന്നു. എന്നിട്ട് മാതാവിൻ്റെ കൃപാത്തോടെയാണ് ഞാൻ എൻ്റെ B2 എക്സാം ക്ലിയർ ആക്കിയത്. എൻ്റെ സ്പീക്കിംഗ് എബിലിറ്റീസ് ഭയങ്കര പുവറായിരുന്നു. പക്ഷേ എക്സാം ഹാളിൽ എത്തുമ്പോൾ എനിക്കറിയത്തില്ല, ഞാൻ ഒരു പോസും ഇല്ലാതെ കണ്ടിന്യൂസ്ലി സ്പീക്ക് ചെയ്യുമായിരുന്നു. അത് ഈവൻ എൻ്റെ എക്സാമിനേഷൻ ഹാളിൽ എത്തുമ്പോൾ എക്സാമിനേഴ്സിനെ പോലും അപ്രീഷിയേറ്റ് ചെയ്തായിരുന്നു, നല്ലതായിട്ടാണ് പറയണത്. അപ്പോൾ അങ്ങനെ മാതാവിൻ്റെ കൃപയും മാതാവിൻ്റെ പ്രാർത്ഥന ഉള്ള കൃപയും പിന്നെ തിരുക്കുമാരൻ്റെ കൃപ കാരണമായിട്ടാണ് ഞാൻ B1 B2 ക്ലിയർ ചെയ്തത്. പിന്നെ ഉടമ്പടി പത്രിക ശരിക്കും പറയുമ്പോൾ നമ്മൾ ഉടമ്പടി പുതുക്കുമ്പോൾ നമുക്ക് 3 കട്ട പേപ്പർ കിട്ടും. ആ 3 കട്ട പേപ്പർ ഇല്ലാതെ ഞാൻ ഈ 3 months 90 days എല്ലാ മാസം ഞാൻ കൃപാസനം പത്രിക എല്ലാ മാസം ഞാൻ ഇവിടെ നിന്ന് വരുത്തുമായിരുന്നു. എന്നിട്ട് പിന്നെ അതിൽ എനിക്ക് മലയാളം പറയാൻ മാത്രമേ അറിയുള്ളൂ, എഴുതാൻ അറിയില്ല. പക്ഷേ ഞാൻ എഴുതുമായിരുന്നു. നമുക്ക് കിട്ടുന്നത് എല്ലാം പുതുക്കുമ്പോൾ ഒരു 58 പേപ്പേഴ്സാണ് കിട്ടുന്നത്. ആ 58 പേപ്പേഴ്സിൽ ഞാൻ പ്ലെയിൻ പേപ്പറിൽ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ആർക്കാണോ ഞാൻ ഈ പേപ്പർ കൊടുക്കാൻ പോണേ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. മെയിൻലി ബസ് സ്റ്റോപ്പ്, ഓട്ടോ സ്റ്റാൻഡ്, പിന്നെ പള്ളിയുടെ പുറത്ത് ഇരുന്നിട്ട് എല്ലാം ഇങ്ങനെ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എന്നെ മോക്കിയായിരുന്നു, എന്താ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടും സ്റ്റിൽ ഇത് ക്യാരി ഓൺ ചെയ്യണു. ഈവൻ എൻ്റെ ഫാമിലീസിലെ ആണെങ്കിലും എല്ലാവരും എന്നെ മോക്കിയായിരുന്നു. പക്ഷേ എന്താണോ അറിയത്തില്ല, ഈ കൃപാസനം ഉടമ്പടി ജീവിതത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരു ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അതിൽ നിന്നായി ഞാൻ നാളെ കഴിഞ്ഞ് ജർമ്മനിക്ക് ഫ്ലൈ ചെയ്യുവാണ്. എൻ്റെ വിസ വന്നിട്ടുണ്ട്, ടിക്കറ്റ് വന്നു, എല്ലാം വേഗം തന്നെയായിരുന്നു. കുറച്ച് സമയമെടുത്തു. പക്ഷേ B2 ക്ലിയർ ആയപ്പോഴേക്കും എല്ലാം വേഗം തന്നെ ആയി. എനിക്ക് അത്രയും വെയിറ്റ് ചെയ്യണം വന്നില്ല. അപ്പോൾ എല്ലാത്തിനെയും ഞാൻ മാതാവിനെ തിരുക്കുമാരനെ നന്ദി പറയണു. ദിനവൃത്താന്തം 20:17 കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും. നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട.
ബീന പോൾ എന്ന ഈ മകളുടെ സാക്ഷ്യം B1 B2 എക്സാം വിജയിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ആ ഉടമ്പടി പ്രകാരം ജീവിക്കുകയും ചെയ്തതിൻ്റെ അനുഗ്രഹം ലഭിച്ചതിന് നന്ദി പറയുന്ന സാക്ഷ്യമാണ്. മകളുടെ വാക്കുകളിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മളെ കൊണ്ടുവന്ന് നിർത്തിച്ചത് അത് കൃപാസനം പത്രം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടി മകൾ കാണിച്ച തൻ്റെ തന്നെ സ്റ്റാറ്റസ് ലോ ചെയ്തുകൊണ്ടുള്ള പ്രവൃത്തികളാണ്. മകൾ പറയുന്നുണ്ട്, മലയാളം പറയുവാനറിയാം, എഴുതുവാനറിയില്ല, എങ്കിലും വിശ്വാസപ്രമാണം പത്രത്തിൽ എഴുതുക എന്ന ശ്രമകരമായ ഒരു കാര്യം ചെയ്തുകൊണ്ട് അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അത് ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കുകയും തിരികെ പരിഹസിക്കുന്നവരോട് ഇതിൻ്റെ വിശ്വാസമാണ്, ഇത് വെറുതെ ആവില്ല, ഇത് വായിച്ചാൽ ഉപകാരമുണ്ടാകുമെന്ന് തൻ്റെ വിശ്വാസത്തെ പ്രഘോഷിക്കുവാൻ ലഭിച്ച അവസരങ്ങളെ സന്തോഷത്തോടെ വിനിയോഗിച്ചതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത. കാരണം മകൾ തന്നെ പറയുന്നുണ്ട്, ഇത്രയും വിദ്യാഭ്യാസമുള്ള നീ ഇത് ചെയ്യുന്നുവെന്ന് കുടുംബത്തിൽ തന്നെ പലരും ചോദിച്ചുവെന്ന്. അത് ഈ ഉടമ്പടി ജീവിതത്തിൽ നാം മുന്നേറുമ്പോൾ നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു ചലഞ്ചുമാണ്. ഒതുക്കത്തിൽ ചെയ്യാൻ, രഹസ്യത്തിൽ ചെയ്യാൻ, മറ്റാരും അറിയാതെ ചെയ്യാൻ ഉള്ളൊരു പ്രവണത മിക്കവാറും നമുക്ക് സംഭവിക്കാറുണ്ട്. പക്ഷേ ഉടമ്പടി ക്രാക്കാകുന്നത് ഇവിടെ മിക്കവരും പറഞ്ഞ് നമ്മൾ അറിയുക, അവരെപ്പോഴാണോ സധൈര്യം മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപാസനം പത്രിക, അത് ദൈവ ശുശ്രൂഷയുടെ ദൈവം ഓരോ ജീവിതത്തിൽ ഇടപെട്ടതിൻ്റെ സാക്ഷ്യങ്ങളാണെന്ന് കൃത്യമായി പറഞ്ഞ് കൈമാറുവാൻ വേണ്ടി തയ്യാറാവുക, അത് അവർക്ക് പുതിയൊരു ടേണിംഗ് അവരുടെയൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് സാക്ഷ്യപ്പെടുത്താറുണ്ട്. മകളും പറയുന്നത് അത് തന്നെയാണ്. എൻ്റെ B2 എക്സാമിന് പോകുമ്പോൾ ഏറ്റവും പേടിച്ചിരുന്നത് സ്പീക്കിംഗ് ആണ്. എന്നാൽ ഞാനവിടെ ചെന്ന് കയറിയിരുന്ന ആ മൊഡ്യൂൾ തുടങ്ങിയപ്പോൾ എവിടുന്നാണെന്നറിയില്ല, വാക്കുകളുടെ പ്രളയമായിരുന്നു. ഇങ്ങനെ തുരുതുരാ വാക്കുകൾ വന്നുകൊണ്ടിരുന്നു. ഞാൻ അത് സംസാരിച്ചു കൊണ്ടിരുന്നു. അത് തിരികെ കേട്ടിരുന്നവർക്ക് പോലും വലിയ അത്ഭുതമായിരുന്നു, ഇത്ര ഫ്ലുവൻ്റായിട്ട് എങ്ങനെയാണ് ഈ ജർമ്മൻ ഭാഷ സംസാരിക്കുന്നതെന്ന്. അത് നമ്മൾ ദൈവനാമത്തെ പ്രതി സ്വയം ചെറുതാകുവാൻ തയ്യാറാണെങ്കിൽ ദൈവം, നാം എവിടെയാണോ ദൈവത്തിൻ്റെ സാന്നിധ്യം ആവശ്യമുള്ളത് അവിടെ നമ്മളെ ഉയർത്തിയിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നത്. മകളുടെ ആ B2 വിജയത്തെക്കാളുപരി, വിദേശത്ത് പോകുവാനുള്ള സാഹചര്യം ലഭിച്ചതിനേക്കാളുപരി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി തൻ്റെ സ്റ്റാറ്റസ് കുറച്ചുകൊണ്ട് അവൾ സന്നദ്ധമായിക്കൊണ്ട് ചെയ്തൊരു പ്രവൃത്തി, അവളുടെ പരീക്ഷാ നിമിഷങ്ങളിൽ വാക്കുകൾ നൽകിക്കൊണ്ട് അത് വിജയിക്കുവാനായി ഏറ്റവും പ്രയാസമേറിയതിനെ ഏറ്റവും നിസ്സാരമാക്കി കൊടുത്ത ദൈവത്തിൻ്റെ കൃപയെയാണ് നാം ഈ സാക്ഷ്യത്തിൽ എടുത്ത് തിരഞ്ഞുപിടിച്ച് കണ്ടെത്തുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കിത് ഒരു അനുഭവമാണ്. നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഉടമ്പടി എന്താണോ നമ്മോട് ആവശ്യപ്പെടുന്നത്, അച്ഛൻ എന്താണോ ഉടമ്പടി ധ്യാനത്തിലൂടെ നിരന്തരം നമ്മളോട് പറയുന്നത്, അത് വിശ്വാസത്തോടെ സ്വീകരിക്കുവാനും വിശ്വസ്തയോടെ നിർവഹിക്കുവാനും നമ്മുടെ സ്റ്റാറ്റസ് നോക്കാതെ, നമ്മുടെ പവർ നോക്കാതെ, നമ്മുടെ വിദ്യാഭ്യാസം നോക്കാതെ നമുക്ക് ചെറുതാകുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവനാമത്തെ പ്രഘോഷിക്കുവാൻ തയ്യാറാകുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ നമുക്കത് കൊണ്ടുവരും. അതിനുവേണ്ടി കാത്തിരിക്കണം. സന്തോഷത്തോടു കൂടി ഉടമ്പടി ജീവിക്കുവാൻ തയ്യാറാവണം. അതിന് ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.